Father, the Son, the Holy Spirit. Amen. 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 Praise the Lord. വിശ്വാസിയും ദൈവ സ്നേഹവും. വിശ്വാസി ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. ഇസഹാക്ക് ദൈവത്തിൽ ആശ്രയിച്ചു. യാക്കോബ് ദൈവത്തിൽ വിശ്വസിച്ചു. മോശ ദൈവത്തിൽ വിശ്വസിച്ചു. മറിയം വചനം സ്വീകരിച്ചു. മാർ യൗസേപ്പ് പിതാവ് വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. വിശുദ്ധരെല്ലാം വിശ്വാസത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണെങ്കിലും ചില സമയങ്ങളിൽ അവിശ്വാസം കടന്നു വരുന്നു. എന്നാൽ യേശു പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. Praise the Lord. Praise the Lord. അപ്പം വിശ്വാസത്തോടെയാണ് നാം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വളരെ വലുതാണ്. പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല ഉപരി നാം വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നാം ആത്മപരിശോധന ചെയ്യുന്നത് ഉചിതമാണ്. വിശ്വാസമാണ് ഏറ്റവും വിലപ്പെട്ടത്. വിശുദ്ധ വചനത്തിലെ ഏറ്റവും വിലപ്പെട്ട ഭാഗമാണ് വിശ്വാസം. പൊയ്ക്കൊള്ളുക മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളുക മകനെ, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. യേശു വിശ്വാസത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. പൊയ്ക്കൊള്ളുക മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു. പൊയ്ക്കൊള്ളുക മകനെ, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. 2 വചനങ്ങളാണ് വിശ്വാസത്തിലൂടെ യേശു വിശുദ്ധ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസത്തിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. രണ്ടാമത് പറയുന്നത്, വിശ്വസിച്ചാൽ യേശുവിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ ഏറ്റവും വിലപ്പെട്ടത് യേശുവിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. മറ്റൊത്തിരി നമ്മൾ ആരാധനകൾ, നമ്മൾ പുണ്യവാളന്മാരുണ്ട്, മാതാവുണ്ട്, മൗസേപ്പിതാവുണ്ട്, നമുക്ക് ഒത്തിരി ആരാധനക്രമങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്നവർ യേശുവിലാണ് കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ അതൊരിക്കലും പതറിപ്പോകല, ഉറപ്പാണത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ ബൈബിളാണത് പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണത് പറയുന്നത്. അപ്പൊ നമ്മൾ വചനം അനുസരിച്ച് ജീവിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മൾ സ്വീകരിച്ചാൽ, ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ നാം എന്താണ് ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തിന് അത് രക്ഷയായിരിക്കുമെന്നാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസം. ഇനി മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവാശ്രയ ബോധമുള്ള ഒരു മനസ്സ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഏതു ഭീതിജനകമായ ജീവിത ശൈലിയിലൂടെ വേദനകൾ അനുഭവിച്ചാലും,
രോഗം വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആ മനുഷ്യൻ ദൈവാശ്രയ ബോധത്തിലാണ് നിൽക്കുന്നെങ്കിൽ അവൻ ഒരു തകർച്ചയും ഭയപ്പെടുകയില്ല. യേശു പറഞ്ഞ വചനം അതാണ്, ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് തിരുവചനം പറയുന്നത്. യേശുനാഥൻ പറയുന്നതാണ് തിരുവചനം. ഈ തിരുവചനം നമ്മളോട് പറയുന്നത് ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ഭയപ്പെടരുതെന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിലേക്കുള്ള നമ്മളെ നയിക്കലാണ്. യേശു പറയുന്ന വചനം നമ്മൾ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൽ പറയുന്നത് ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ യേശു എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ മലയും കടലും മരവും നദിയും പുഴയും ലോകവും പോലും എൻ്റെ വിശ്വാസത്തിൻ്റെ കീഴിൽ നിലനിൽക്കും. സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും വിശ്വാസിയെ തകർത്ത് കളയാൻ സാധ്യമല്ല. വിശ്വാസമാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് യേശു പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. പത്രോസിനോട് യേശു പറയുന്നത് അതുകൊണ്ടാണ്, നീ എന്തിനാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. Praise the Lord. ഇനി മറ്റൊരു കാര്യം, മറിയം യേശു ഉയർത്തെഴുന്നതിന് ശേഷം മറിയത്തിനാണ് ആദ്യം കാണുന്നത്, മഗ്ദലന മറിയം. പക്ഷെ അവൾ യേശുവാണെന്ന് വിശ്വസിച്ചില്ല. അതൊരു തോട്ടക്കാരനാണെന്നാണ് അവൾ വിശ്വസിച്ചത്. പ്രഭു, അങ്ങ് അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടു പൊക്കോളാം. യേശു തിരിഞ്ഞ്, മറിയം, അവൾ തിരിഞ്ഞ് ഗുരു റബ്ബോനി എന്നർത്ഥമുള്ള ഗ്രീക്ക് ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ യേശു അവളോട് പറയുന്നത്, നാം ആത്മാവിൽ ഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പത്രോസിനോടും എൻ്റെ ശിഷ്യന്മാരോടും പറയുക, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ എന്നെ കാണുമെന്നും അവരോട് ചെന്ന് പറയുക. മറിയം ഭയത്തോടും വിറയലോടും കൂടെ അവിടെ നിന്ന് പോയി എന്നാണ്. ഭയമുണ്ടായിരുന്നു, വിറയലുമുണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെ മറിയം ഇത് പറഞ്ഞപ്പോൾ ആദ്യം അവരൊന്ന് ശങ്കിച്ചു. എന്നാൽ മലയിൽ വെച്ച് യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞ കാര്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. അത് കേട്ടതും ഇത് അവരറിഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന് പത്രോസും യോഹന്നാനും യാക്കോബും ഗ്രഹിച്ചിരുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അപ്പൊ അവർ വിശ്വസിക്കാതെ മറിയം വന്നപ്പോൾ യേശു അവളോട് പറയുന്ന വചനത്തിലാണ് വിശ്വാസം ഭയന്നു കയറിയത്. അത് തോട്ടക്കാരനാണെന്ന് അവൾ വിചാരിച്ചു. യേശു അവളെ വിളിച്ചപ്പോൾ അവൾക്കത് മനസ്സിലായത്. ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും യേശു വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം 100 ഇരട്ടിയാകും. പ്രൈസ് ദി ലോർഡ്.